റേഷ്യോ എന്ന് പറയുന്നത് ഒരിക്കലും ആക്ച്വൽ വാല്യൂസ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 30 ബോയ്സും അത് കണക്ക് തന്നെ 20 ഗേൾസും ഉണ്ടെന്ന് പറയുവാണ്. സോ അവിടുത്തെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 3:2 അതായത് 10 കൊണ്ട് 2 വിട്ടുമ്പോൾ 3:2 വരും. പക്ഷേ നമുക്ക് യഥാർത്ഥ അളവ് തന്നാൽ നമുക്ക് റേഷ്യോ പറയാൻ പറ്റുമെങ്കിലും റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് യഥാർത്ഥ അളവ് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് നമുക്ക് യഥാർത്ഥ വാല്യൂ അറിയാമെങ്കിൽ അവിടെ തമ്മിൽ കമ്പാരിസൺ ആയിട്ടുള്ള റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ റേഷ്യോ നമുക്ക് അറിയാമെങ്കിൽ തിരിച്ചുള്ള പ്രോസസ്സ് പറ്റില്ല. സോ റേഷ്യോ എന്ന് പറയുന്നത് ഏതോ 2 സംഖ്യകളെ കമ്പയർ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ 3:2 എന്ന് വെച്ചാൽ അത് 3/2 തന്നെയാണ്. ഓക്കെ, അത് 3/2 തന്നെയാണ്. ഇനി ഒരു ക്ലാസ്സിൽ മൊത്തത്തിൽ 100 സ്റ്റുഡൻസ് ഉണ്ട്, അതായത് ടോട്ടൽ 100. ഓക്കെ, ടോട്ടൽ 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വയ്ക്കാം. ടോട്ടൽ 100 ഉണ്ട്. എന്നിട്ട് റേഷ്യോ എത്ര ബോയ്സ് എത്ര ആണ്, ഗേൾസ് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 100 കുട്ടികൾ ടോട്ടൽ പറയുന്നുണ്ട്. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 3:2 ആണെങ്കിൽ ബോയ്സ് എത്ര ഗേൾസ് എത്ര. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോർമലി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വാല്യൂ, അതായത് ആക്ച്വൽ വാല്യൂ ഓഫ് ബോയ്സ് 3:2 അല്ലേ. അപ്പോൾ 3 ഉദ്ദേശിക്കുന്ന ബോയ്സിനും 2 ഉദ്ദേശിക്കുന്ന ഗേൾസിനുമാണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ ഓഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ 3x എന്ന് എടുക്കാം. സിമിലർലി ആക്ച്വൽ വാല്യൂ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമുക്ക് 2x എന്ന് എടുക്കാം. അപ്പോൾ ടോട്ടൽ അല്ലേ 100 എന്ന്, അതായത് 5x ഇസ് ഈക്വൽ ടു 100. അവിടെ നമുക്ക് x എന്തോ കിട്ടും, 20 എന്ന് കിട്ടും. അതായത് 20 ഇവിടുത്തെ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3 × 20 2 × 20 ഇവിടുത്തെ ബോയ്സ് ഗേൾസിന്റെ വാല്യൂ. സോ അതായത് എത്ര കിട്ടും, 60 40. അതായത് 60 ബോയ്സും ഉണ്ട് 40 ഗേൾസും ഉണ്ട്. ആക്ച്വലി യഥാർത്ഥത്തിൽ ഇത്രയും വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് റേഷ്യോ എന്ന് പറയുന്ന സാധനം അറിയാമെന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യഥാർത്ഥ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ റേഷ്യോയുടെ കൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഡേറ്റ കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ 100 ആണ് നമുക്ക് ടോപ്പ്. അപ്പം നമുക്ക് നമ്പർ ഓഫ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ നമുക്ക് ടോട്ടൽ തരികയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഈസ് 10 മോർ ദാൻ നമ്പർ ഓഫ് ഗേൾസ് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് സ്റ്റുഡൻസ് 600 എന്ന് പറയുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 300 എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ ഈ റേഷ്യോയിൽ നിന്ന് യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ 100 ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ടോട്ടൽ 100 ആണെങ്കിൽ നേരത്തെ വന്നാൽ എക്സ് എടുത്തിട്ടുണ്ട്, അത് തന്നെ ഒന്നുകൂടെ പറയുകയാണ്. അപ്പം ആ ഒരു 100 ആ ഒരു എക്സ് എടുത്ത് നമ്മൾ തന്നെ ആലോചിക്കാം. ഇത് നമ്മൾ എക്സ് ഇതിനെ ടോട്ടൽ എന്നാൽ ടോട്ടൽ നമ്മൾ റേഷ്യോ ടോട്ടൽ നമ്മൾ എടുക്കാം. അപ്പോൾ അത് എത്ര 5x ആണ് ടോട്ടലി 100. സോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും. സോ 3:2 എന്നായിരുന്നു. 2നെയും 20യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 60,40. അത് ഇത് നമുക്കറിയാം റേഷ്യോ ഇവിടെ ബോയ്സും ഗേൾസും ആണ്. സോ അതുകൊണ്ട് തന്നെ ബോയ്സ് 60ഉം ഗേൾസ് 40 എന്ന് കിട്ടും. ഇനി സെയിം ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസിന്റെ ക്ലാസ് 3:2 ആണ്. പിന്നെ പറഞ്ഞ ആൻഡ് ഇഫ് നമ്പർ ഓഫ് ബോയ്സ് ഇസ് 10 മോർ ദാൻ നമ്പർ ഓഫ് ഗേൾസ്, നമ്പർ ഓഫ് ബോയ്സ് ഗേൾസിന്റെ എണ്ണത്തിൽ 10 കൂടുതലാണ്. 10 കൂടുതലെന്ന് വെച്ചാൽ അവരുടെ ഡിഫറൻസ് 10 ആണ്. അവരുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3x - 2x, അതായത് 1x. 3x - 2x ഇങ്ങനെ 3x - 2x which is equal to 10 അല്ലെങ്കിൽ 1x which is equal to 10. അപ്പം 3:2 എന്നായിരുന്നു ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ പറഞ്ഞിരുന്നത്. സോ 2നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 30 20. അപ്പോൾ ഇപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ 30 ബോയ്സ് ഉണ്ടെങ്കിൽ അതിന് 20 ഗേൾസ് കാണും. ഇനി പ്രൊഡക്റ്റ് ഓഫ് പറയുന്നത് ഈ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ക്ലാസ് 3:2. ഇത് പ്രൊഡക്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് 600. പ്രൊഡക്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ പ്രൊഡക്റ്റ് എടുക്കുക, അതായത് 3x × 2x അതാണ് 600 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 6x² ആണ് 600. ഇതിന് x² എന്ത് കിട്ടും, 100 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് എന്ത് കിട്ടും, √100 10. അപ്പം 3:2 ആണല്ലോ ബോയ്സിൻ്റെതും ഗേൾസിൻ്റെതും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, 2നെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 30 എന്നും 20 എന്നും കിട്ടും. ഓക്കെ, ഇനി സെയിം നമ്പർ ഓഫ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2. ഗേൾസിൻ്റെ എണ്ണം 30 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം 30 ആണെങ്കിൽ നമുക്കറിയാം ഗേൾസിൻ്റെ എണ്ണം 2x ആണ്. ഇത് ഈക്വൽ ടു 30 തന്നിട്ടുണ്ട്. അപ്പോൾ x എത്ര കിട്ടും, 15. x 15 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, നമ്പർ ഓഫ് ബോയ്സ് എത്ര ആയിരിക്കും, നമ്പർ ഓഫ് ബോയ്സ് 3 × 15 45. ഓക്കെ, ഗേൾസിൻ്റെ എണ്ണം നമ്പർ ഓഫ് ബോയ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് റേഷ്യോ ഓഫ് സിങ്ക്, കോപ്പറും സിങ്കിൻ്റെയും റേഷ്യോ, അതായത് ബ്രാസ് എന്ന് പറയുന്ന ഒരു മിശ്രിതം. അതിനകത്ത് സിങ്കും കിടപ്പുണ്ട് കോപ്പറും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം കോപ്പർ 13 ആണുള്ളതെങ്കിൽ സിങ്ക് എത്ര ആയിരിക്കും, സിങ്ക് 13 ആണെങ്കിൽ സിങ്ക് 7 ആയിരിക്കും. ഇവിടെ kg-യിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 13 kg ഉണ്ടെങ്കിൽ 7 kg അത് സിങ്ക് ആയിരിക്കും. ഓക്കെ, 100 ഗ്രാം ബ്രാസ് എടുക്കുകയാണ്. ഇതിൻ്റെ 100 ഗ്രാം എടുത്താൽ എത്ര എന്ത് കാണും, സിങ്ക് കാണും. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. കോപ്പർ സിങ്ക്. ഓക്കെ, എത്ര വന്നിരിക്കുന്നത്, 13ഉം 7 റേഷ്യോ. സോ ഇതിപ്പോൾ ഇവിടെ ബ്രാസ് എത്ര കാണും, ബ്രാസിൻ്റെ കൊണ്ട് എത്ര ഇവിടെ 13 7 20. സോ 20 kg ബ്രാസ് എടുത്താൽ അതിൽ 13 കോപ്പർ ആയിരിക്കും, 7 സിങ്ക് ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ 100 kg എടുത്താൽ അതിൽ എത്ര സിങ്ക് ആണെന്ന ക്വസ്റ്റ്യൻ. സോ 20 100 ആവണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ 7നെയും നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, 35 kg. മിൽക്കും വാട്ടറും, അതായത് പാലും വെള്ളവും, അത് നമ്മളിവിടുത്തെ ഒരു സൊസൈറ്റി നോക്കാം. അവിടെ നമ്മൾ 60 ലിറ്റർ പാല് കൊണ്ടുവന്നു. സോ അതിനകത്ത് പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ്. ഓക്കെ, എന്നിട്ട് 15 ലിറ്റർ വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തപ്പോൾ പുതിയ റേഷ്യോ എന്താണ്, മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ എഴുതാം.
അതുപോലെ എഴുതാം എന്താണ് മിൽക്ക് ബട്ടർ എത്ര 7:5. ഇത് നമ്മളിപ്പം ഉള്ള ഇതിനുള്ള മിക്സ്ചർ ഇത് കൊണ്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ്ചറിനകത്ത് എത്ര വരുന്നത് ഇതൊക്കെ 12 ലിറ്റർ. സോ 12 ലിറ്റർ എന്താ പറയുന്നത്, അല്ലെങ്കിൽ 12 ലിറ്ററിനകത്ത് 7 കാണും 5 കാണും, 7 ലിറ്റർ മിൽക്കും കാണും 5 ലിറ്റർ വെള്ളം കാണും. ഇപ്പോൾ എത്ര ആയിരുന്നു ഉള്ളത് 60 ലിറ്റർ. സോ 60 ലിറ്ററിനകത്ത് എത്ര കാണും? ഇപ്പോൾ 60 ലിറ്റർ ആണെങ്കിൽ 12 ലിറ്റർ 5 മടങ്ങല്ലേ. സോ അതുകൊണ്ട് തന്നെ രണ്ടേ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ. ഇപ്പം 7 5 35, 5 5 25 കിട്ടും. ഓക്കെ, ഒരു 15 ലിറ്ററും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി 15 കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇത് ഇത്രയായി 40ആയി. ഇതിന് മാറ്റമുണ്ടോ? ഇല്ല, 35. സോ 35 40 ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോ അങ്ങനെ 35 40 എഴുതാൻ പറ്റും, 5 കൊണ്ട് വെട്ടാം. അപ്പോൾ നമുക്കത് 7:8 എന്ന് കിട്ടും. ഇപ്പോഴത്തെ 100 റേഷ്യോ 7:8 ആണ്. 378 കോയിൻസ് ഉണ്ട്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 378 കോയിൻസ് ഉണ്ട്. സോ ഇത് പറയുന്നത് 378 കോയിൻസ് കൺസിസ്റ്റ് ഓഫ്, അതിനകത്ത് തന്നെ ഒന്നിൻ്റെ കുറേ എണ്ണം ഉണ്ട്. സോ ഒന്നിൻ്റെ കുറേ എണ്ണം, ദെൻ 50 പൈസയുടെ കുറേ കോയിൻസ് ഉണ്ട്, ആൻഡ് 25 പൈസയുടെ കുറേ കോയിൻസ് ഉണ്ട്. ഇവരുടെ ഈ വാല്യൂസിൻ്റെ റേഷ്യോ, അതായത് ഞാൻ എഴുതാം 1 രൂപ 50 പൈസ 25 പൈസ. സോ ഇവരുടെ വാല്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 30:11:7 ആണ്. 30:11:7 ആണ്. 50 രൂപയുടെ ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 രൂപയുടെ എത്ര കോയിൻ ഉണ്ട്, അതായത് ഇതിനകത്ത് എത്ര 50 പൈസയുടെ കോയിൻ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ റേഷ്യോയിൽ നിന്നും ഇപ്പം ഇത്രയാണ്, ഇതിൽ നിന്ന് നമുക്ക് കോയിൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 30 അല്ല 13 ആണ്, കാരണം ക്വസ്റ്റ്യൻ 13 ആണ്. 13:11:7. സോ 13. അപ്പോൾ 13 രൂപയുടെ 1 രൂപ കോയിൻ ഉണ്ടെന്ന് വെച്ചപ്പോൾ എത്ര കോയിൻ ഉണ്ട്? 13 കോയിൻ. 1 രൂപയുടെ 13 കോയിൻസ് എടുത്ത് എണ്ണിയാലേ നമുക്ക് 13 രൂപ കിട്ടും. അതുപോലെ 50 പൈസയുടെ 22 കോയിൻസ് എടുത്ത് എണ്ണിയാലേ നമുക്ക് 11 കിട്ടും. ഇനി 25 പൈസയുടെ 28 കോയിൻസ് എണ്ണിയാലേ നമുക്ക് 7 കിട്ടും. 1 രൂപ വേണമെങ്കിൽ 50 പൈസയുടെ 2 കോയിൻസ് വേണം. ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന 11 കോയിൻസ് ഉണ്ട്, 11 രൂപ ഉണ്ടെന്നാണ്. 11 2 കോയിൻസ് തന്നാൽ നമുക്ക് 1 കിട്ടും. 11 രൂപ ഉണ്ടെങ്കിൽ 2 × 11 22. ഓക്കെ, അതുപോലെ 4 25 പൈസയുടെ കോയിൻ ചേരുമ്പോൾ നമുക്ക് 1 രൂപയാവും. ഇവരോട് പറഞ്ഞിരിക്കുന്നത് 7 എന്നാണ്. സോ 7 കിട്ടണമെങ്കിൽ 4 × 7 വിച്ച് ഈസ് ഈക്വൽ ടു 28. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വേണമെങ്കിൽ എടുത്ത് എഴുതാം 1 രൂപയുടെ 50 പൈസയുടെ 25 പൈസയുടെ. ഓക്കെ, കോയിൻസിൻ്റെ എണ്ണം എത്ര ഉണ്ട്? 13, 22, 28. മൊത്തത്തിൽ 63 കോയിൻസ് എടുത്തു കഴിഞ്ഞാൽ 13 എണ്ണം 1 രൂപയുടെ ആയിരിക്കും, 22 എണ്ണം 50 പൈസയുടെ ആയിരിക്കും, 28 എണ്ണം 25 പൈസയുടെ ആയിരിക്കും. 378 ഇപ്പോൾ 378 കോയിൻസ് ഉണ്ട്. 63 378 ആണെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് എത്ര കോയിൻ്റെ എണ്ണം വേണ്ടത്? 50 പൈസ അല്ലേ. സോ അവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 132 കിട്ടും. ആൻസർ. A:B എന്നത് 2:3 ആണ്. B:C എന്ന് പറയുന്നത് 3:7 ആണെങ്കിൽ എയും ബിയും സിയും എന്താണെന്നാണ് ചോദ്യം. സോ നമുക്കിതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ എളുപ്പമെന്ന് വെച്ചാൽ ABC നമ്മൾ കൃത്യമായി എഴുതാം. എന്നിട്ട് എയും ബിയും നമ്മുടെ റേഷ്യോ എന്താ? 2:3. ബിയും സിയും നമ്മുടെ റേഷ്യോ എന്താ? 3:7. ഇനി ഈ ഒരു റോ ഇവിടെ ഒഴിവുണ്ടല്ലോ, അതാണ് ഈ റോ ഇവിടെ ഒഴിവുണ്ട്. സോ ഈ റോയിൽ അതേ റോയിൽ അടുത്ത് കിടക്കുന്ന ആളെ കൊണ്ട് ഫില്ല് ചെയ്യുക. സോ ഇവിടെ ഈ റോയിൽ തന്നെ അടുത്ത് കിടക്കുന്ന ആളെ 3, ഈ റോയിൽ അടുത്ത് കിടക്കുന്ന ഇവിടെയും 3. സോ നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഈ 3-നകത്ത് ഇതിൽ നിന്ന് പറയണം നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് വെട്ടാം. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ് 3. ഇവിടെ ഒരു കോമൺ ആയിട്ട് 3 വരുന്നുണ്ട്, ഇതിൽ കോമൺ ആയിട്ട് 3 വരുന്നുണ്ട്. അതായത് ഈ കോളം, അതായത് ഈ കോളം കോമൺ ആയിട്ട് നമുക്ക് വരുന്നതിന് വെട്ടിക്കളയാതെ പൊസിഷൻ നോക്കേണ്ട കാര്യമില്ല. സോ അപ്പോൾ നമുക്ക് എത്ര വരും? 2:3:7 ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വൽ റേഷ്യോ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ LCM of 2,3 കണ്ടുപിടിക്കും. LCM of 2,3 അറിയാലോ. നമ്മൾ LCM ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കും, ഇവർ രണ്ടിനെയും പൂർണ്ണമായി ചെയ്യാനായിട്ട് പറ്റുന്ന LCM കണ്ടുപിടിക്കാനുള്ള ലാഡർ മെത്തേഡ്. LCM കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ലാഡർ മെത്തേഡ്. അതെങ്ങനെയാണെന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിവൈഡിംഗ് ദ നമ്പേഴ്സ് വിത്ത് പ്രൈം നമ്പേഴ്സ് വിച്ച് ഡിവൈഡ്സ് 2 or more നമ്പേഴ്സ് വിത്തിൻ ദ റോ. അത്രേ ഉള്ളൂ. നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്പറുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു 3 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൽ 2 നമ്പറിനെങ്കിലും 3ക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് 3 കൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 3, 13, 52 ഇവരെല്ലാവരും വീണ്ടും 13 കൊണ്ട് ചെയ്യാണ്. സോ 13 കൊണ്ട് ചെയ്യുമ്പോൾ 3 ചെയ്യാൻ പറ്റാത്ത ആളെ നേരെ താഴേക്ക്. ഇനി എന്ത് ചെയ്യാം? 13-നകത്ത് 1 തവണ, 52 4 തവണ. ഇനി ഞാൻ ഏത് സംഖ്യ എടുത്താലും എന്ത് ചെയ്യാം? ഇപ്പോൾ എനിക്ക് 3 എടുക്കാം. 3 എടുത്താൽ ഇതിനകത്ത് അത്ര ഇടാം, ഇതിനകത്ത് 2 ഇടാന്നില്ല. ഇനി 2 എടുത്താൽ ഇതിനകത്ത് ഇടാം, ഇതിനകത്ത് 2 പറ്റത്തില്ല. ഓക്കെ, അതായത് ഇതാണ് പറയുന്നത്, മിനിമം 2 നമ്പറിനെയോ അതിൽ കൂടുതലോ പറ്റുന്നെങ്കിൽ മാത്രമേ ആ നമ്പർ കൊണ്ട് ചെയ്യാവുള്ളൂ. അപ്പം നമ്മളിനി ഏത് നമ്പർ എടുത്താലും മിനിമം 2 നമ്പറിനെ ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പം 3 × 13 × 3 × 4 അതാണ് അതിൻ്റെ ഉത്തരം. അത്
സ്റ്റോപ്പ് ചെയ്യണം ലാഡർ മെത്തേഡ് വെൻ ദർ ആർ നോ കോമൺ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഡിവൈഡ് 2 or more നമ്പേഴ്സ് ഇൻ ദ റോ. ഒരു റോയിലെ രണ്ടോ കൂടുതലോ നമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കൊണ്ട് കോമൺ ഫാക്ടർ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ, 2 നമ്പറോ അതിൽ കൂടുതലോ പറ്റുന്നില്ലെങ്കിൽ ലാഡർ മെത്തേഡ് അവിടെ നിർത്തിക്കോണം. ഇപ്പം നോക്കും 16, 40 നമ്മൾ എന്ത് ചെയ്തു, 2 കൊണ്ട് അതിനെ ചെയ്യാണ്. അങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് 2 5 വന്നു. ഇവർ രണ്ടുപേരും ഇനി ചെയ്യാൻ ഒരു സംഖ്യ കൊണ്ട് പറ്റില്ല, അപ്പോൾ നിർത്തിക്കോണം. മിനിമം 2 പേരെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്ത് പോകുള്ളൂ. ഇവിടെ 2 എടുത്തപ്പോൾ 2 പേരെ പറ്റും, ഇവിടെ വീണ്ടും 2 എടുത്താൽ 2 പേരെ പറ്റും. ഇനി ഒരു സംഖ്യ എടുത്താലും ഇവർ 2 പേരെയും പറ്റില്ല. ഇനി 2 എടുത്താൽ ഇയാൾ മാത്രമേ പറ്റും, 5 എടുത്താൽ ഇയാൾ മാത്രമേ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിർത്തിയിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യുക, നേരത്തെ പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 എന്നിട്ട് യൂസ് ചെയ്യും. സോ പിന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് പറയുകയാണ് എന്താണ് പ്രൈം നമ്പർ എന്ന്. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ കൂടുതലായ ഒന്നും ആ നമ്പറും മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സും. അതായത് ഇപ്പം 1 ഒരു പ്രൈം നമ്പർ അല്ല, പിന്നെ ഏത് നമ്പർ പ്രൈം നമ്പർ ആണെങ്കിലും അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പർ 1 ആയിരിക്കും. ആ നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ആ നമ്പറിനെ കിട്ടും. പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ് 2 3 5 7 ഇങ്ങനെ പോകും. ഓക്കെ, 2 ആണ് ഒള്ളി ഈവൻ പ്രൈം നമ്പർ. പ്രൈം നമ്പറിൽ ഈവൻ ആയ ഒരേ നമ്പർ 2 ആണ്. ഇനി ഒരു പ്രൈം നമ്പർ ആണോ പെട്ടെന്ന് അങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാലും ഇപ്പം അതിന്റെ നേരെ റൂട്ട് എടുക്കാൻ നമ്പറിന്റെ അപ്പോൾ ഏകദേശം 29 റൂട്ട് ആണെങ്കിൽ 5.38 സംതിങ് കിട്ടും. 2 തൊട്ടല്ലേ നമ്മൾ പ്രൈം നമ്പർ തുടങ്ങുന്നത്. സോ 2 മുതൽ 5 വരെയുള്ള എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കണം. 2 മുതൽ 5 വരെയുള്ള ഒരു സംഖ്യ കൊണ്ടുപോലും ഹരിക്കാൻ പറ്റില്ല. സോ നമ്മൾ പറയാൻ പറ്റും 21 പ്രൈം നമ്പർ ആണ്. ഇനി എപ്പോഴും നമുക്ക് റൂട്ട് കണ്ടുപിടിച്ച് നമുക്ക് 2 മുതൽ ആ റൂട്ടിന്റെ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് 2 3 5 7 ഡിവിസിബിലിറ്റി ആദ്യം നോക്കുക. ഇവരിൽ നോക്കിയതിന് ശേഷം പിന്നെ റൂട്ട് പറയാം. ഇവരിൽ ഏതെങ്കിലും നോക്കുമ്പോൾ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ പറയാൻ പറ്റുന്നതാണ് പ്രൈം നമ്പർ അല്ലെന്ന്. LCM of 2,3 ഒരിക്കലും എന്ത് ചെയ്തില്ല പറ്റത്തില്ല. കാരണം 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ. അപ്പോൾ 2 × 3 ഏതാ 6. അപ്പോൾ 6 കൊണ്ട് 2 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3:2 എന്ന് കിട്ടും. സോ 3:2 ആണ് ഇതിന്റെ എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. സോ ABC ഇപ്പോൾ 2A = 3B ആണ്, C = 5C ആണ്, A:B:C എന്നാണ്. അപ്പം ഇത് കണ്ടുപിടിക്കുന്ന ഒരു വഴി Aയും Bയും C ഞാൻ അങ്ങോട്ട് എഴുതി. അപ്പം A ഞാൻ കുത്തിപ്പിടിച്ചു. ബാക്കി 2 രൂപ മൾട്ടിപ്ലൈ എന്താ 3 × 5 15 അല്ലേ, 3 × 5 15. ഇനി Bയുടെ എന്നെ കണ്ടുപിടിക്കണം. സോ B കുത്തിപ്പിടിക്കാം, ബാക്കി 2 രൂപ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5 10. ഇനി C ആണ് കണ്ടുപിടിക്കുക. C കുത്തിപ്പിടിക്കാം, 3 2 6. സോ 15:10:6 ആണ് ഇതിൻ്റെ ഉത്തരം. സ്പീഡ് ഓഫ് ട്രെയിൻ 3/2 ടൈംസ് സ്പീഡ് ഓഫ് ബസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിനും സ്പീഡ് ഓഫ് ബസ് എന്നുള്ള റേഷ്യോ എന്താണ്? റേഷ്യോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ 3 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രെയിനെയും ഈ 2 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ബസ്സിനെയും ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിൻ ഈസ് ടു സ്പീഡ് ഓഫ് ബസ് എന്തായിരിക്കും? 3:2 ആയിരിക്കും. സ്പീഡ് ഓഫ് ട്രെയിൻ ഈസ് 125% ഓഫ് സ്പീഡ് ഓഫ് ബസ്. അപ്പം ട്രെയിനും ബസ്സും തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജിനെ എപ്പോഴും നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തിരിച്ച് ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് 5/4 എന്ന് കിട്ടും. അതായത് ഇവിടെ 5/4 ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മുകളിൽ കിടക്കുന്ന സംഖ്യ 3നും താഴെ കിടക്കുന്ന സ്പീഡ് ഓഫ് ബസ്സുമാണ്. സോ 5:4 എന്ന് വരും.